ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അരി അരയ്ക്കാണ്ട് ഈസ്റ്റോ സോഡയോ ഈനോയോ ഒന്നും തന്നെ ചേർക്കാതെ നല്ല പഞ്ഞി പോലുള്ള പാലപ്പം ഉണ്ടാക്കാനുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഏതൊക്കെ രീതിയിൽ മാവ് തയ്യാറാക്കി വെച്ചിട്ടും പാലപ്പം അങ്ങോട്ട് ശരിയായി കിട്ടുന്നില്ലേ എങ്കിൽ ഈ രീതി ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി പെർഫെക്റ്റ് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ വേണ്ടിയുള്ള നല്ല നൈസ് അരിപ്പൊടിയാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. നിങ്ങൾ അരിപ്പൊടി എടുക്കുന്ന ഏത് പാത്രമാണോ അതിന് തന്നെയാണ് പാലപ്പം ഉണ്ടാക്കാൻ ആവശ്യമായ മറ്റുള്ള ഐറ്റംസും അളന്നെടുക്കേണ്ടത്. 2 കപ്പ് അരിപ്പൊടിക്ക് വേണ്ടി ഞാനിവിടെ 1 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. മട്ട അരിയുടെ ചോറാണ് ഞാനിവിടെ എടുക്കുന്നത്. നല്ല വെള്ള അരിയുടെ ചോറാണെങ്കിൽ നമ്മുടെ പാലപ്പം നല്ല വെളുത്തിരിക്കും. ഇതിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരണ്ടിയതും 1 സ്പൂൺ പഞ്ചസാരയും ചേർത്തതിന് ശേഷം 1 സ്പൂൺ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. നല്ലോണം മിക്സാക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് അരയ്ക്കാൻ പാകത്തിന് ലൂസാക്കി എടുക്കണം. അരിപ്പൊടിയും തേങ്ങയും ചോറും ഒക്കെ ചേർത്ത് ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. വെള്ളം കൂടി പോകാതെ നോക്കണേ. വെള്ളം കൂടി പോയാൽ നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത ബാറ്ററാണ് പാലപ്പം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. അരച്ചെടുത്ത മാവിൽ നിന്നും ഒരല്പം എടുത്ത് വിരലുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് നോക്കുമ്പോൾ നല്ല വഴുവഴുപ്പ് തോന്നുന്ന രീതിയിലുള്ളതാണ് നല്ല പെർഫെക്റ്റ് പാലപ്പത്തിൻ്റെ ബാറ്റർ. വെണ്ണ പോലെ അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ മാവ് പുളിച്ച് പൊന്തി വരും. അതുകൊണ്ട് കുറച്ച് വലിയൊരു പാത്രത്തിലേക്കാണ് മാവ് ഒഴിച്ചു വെക്കേണ്ടത്. വറുത്ത അരിപ്പൊടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് മാവ് അരച്ചെടുത്തപ്പോൾ നല്ല തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതൊന്ന് ലൂസാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല ലൂസായിട്ട് വേണം പാലപ്പം ബാറ്റർ റെഡിയാക്കി വയ്ക്കാൻ. വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി പോയാലും ഒരു കുഴപ്പവും വരില്ല കേട്ടോ. നല്ല സോഫ്റ്റ് പാലപ്പം കിട്ടാൻ വേണ്ടി ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഈനോയോ അങ്ങനെ ഒന്നും നമ്മളിവിടെ ചേർക്കുന്നില്ല. മാവ് നല്ല സോപ്പ് പത പോലെ പതഞ്ഞു പൊന്താൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. നമ്മുടെ കൈ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കൈ കൊണ്ട് മാവ് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഇങ്ങനെ കലക്കിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലെ നല്ല ബാക്ടീരിയകളൊക്കെ മാവിലേക്ക് ചേർന്ന് മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി കിട്ടും. ഒട്ടും പുളിയില്ലാതെ മാവ് നല്ല സോപ്പ് പത പോലെ പതഞ്ഞു പൊങ്ങുന്നതിന് വേണ്ടിയുള്ള അടുത്ത ടിപ്പ്. മാവൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു ചെറിയ സവാള ഉള്ളി തോലൊക്കെ കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്ത് നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പാലപ്പം മാവ് ഒട്ടും പുളിയില്ലാതെ സോപ്പ് പത പോലെ പതഞ്ഞ് പൊങ്ങി വരാനുള്ള നല്ലൊരു ടിപ്പാണിത്. സവാള ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് ഒരു 8 മണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ ഓവർനൈറ്റ് പുളിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ മാവ് പുളിച്ച് പൊങ്ങി തറയിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ പാത്രത്തിനുള്ളിലേക്ക് മാവിൻ്റെ പാത്രം ഇറക്കി വയ്ക്കാം. പിന്നെ നല്ല തണുപ്പുള്ള സമയത്താണ് മാവ് അരച്ച് വയ്ക്കുന്നതെങ്കിൽ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി കിട്ടുന്നതിന് വേണ്ടി ചൂടുവെള്ളം നിറച്ച ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മാവ് അരച്ച പാത്രം ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇന്നലെ രാത്രി തയ്യാറാക്കി വെച്ച നമ്മുടെ പാലപ്പം ബാറ്റർ എന്തായെന്ന് ഒന്ന് നോക്കിയാലോ. ബേക്കിംഗ് സോഡയും ഈസ്റ്റും ഒന്നും ചേർക്കാതെ തന്നെ നല്ല പതഞ്ഞു പൊങ്ങിയ മാവാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇട്ട് കൊടുത്ത സവാളയൊക്കെ മാവിൻ്റെ അടിയിൽ പോയിട്ടോ. ഈ ഉള്ളിക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്ക് കറി ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ മാവ് അരച്ച സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ മാവിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തിയെങ്കിലും അത് നല്ല തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം ഏകദേശം 10 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് കണ്ടോ കുറച്ചുകൂടി പതഞ്ഞു പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കാം. നല്ല ചൂടായ ചട്ടിയിലേക്ക് ഒരു കയ്യിൽ മാവ് കോരി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ മെല്ലെ മെല്ലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പത്തിൽ നിറയെ ഹോൾസ് വന്നതിന് ശേഷം നമുക്കിത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റോളം വെന്ത ശേഷം നമുക്കിതൊന്ന് എടുത്തു നോക്കാം. ഈസ്റ്റും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാതെ തന്നെ നല്ല പഞ്ഞി പോലുള്ള നിറയെ ഹോൾസ് ഉള്ള പാലപ്പമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഈ രീതിയിൽ മാവ് തയ്യാറാക്കിയെടുത്താൽ നല്ല പൂ പോലുള്ള പെർഫെക്റ്റ് പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
ഇങ്ങനെ മാവ് തയ്യാറാക്കി എടുത്താൽ രാവിലെ ഉണ്ടാക്കുന്ന പാലപ്പം വൈകുന്നേരം ആയാലും ഒട്ടും പുളിപ്പില്ലാതെ കേടാവാതെ ഇരിക്കും. പൂ പോലെ സോഫ്റ്റായ ഈ പാലപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.